Learning from its devastating experience of the 2018 floods, Kerala has emerged as a beacon of effective disaster management, setting a new standard for the nation. The crisis brought together a diverse tapestry of volunteers, graphic designers to design various officially verified posters, medical representatives tirelessly securing essential supplies, tech savvy individuals gathering and processing critical data for government agencies, and countless others from across the country. വയനാട് ദുരന്തം നടന്ന പിറ്റേ ദിവസം മുതൽ നിങ്ങൾ കേരള ടൂറിസത്തിന്റെയും വയനാട് DTPCയുടെയും ലോഗോ ഉള്ള പല പോസ്റ്ററുകളും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യുന്ന ടീമിന്റെ കോർഡിനേഷനിലുള്ള ഒരാളാണ് ഞാൻ. ഇതെല്ലാം ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്, അവിടെ വന്നിട്ടല്ല ചെയ്യുന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് ഇങ്ങനെ ഒരു ദുരന്തം നടക്കുമ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേഗം അങ്ങോട്ടേക്ക് ഓടിയെത്തി അവിടുത്തെ ഒരു വോളണ്ടിയർ ആയിട്ട് അവിടെ ഇരുന്ന് വർക്ക് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷെ അവിടേക്ക് എത്തിയ ആളുകളുടെ എണ്ണം ഒരുപാട് കൂടുതലാണെന്ന് അറിഞ്ഞപ്പോൾ എന്നാൽ മറ്റ് ഏത് രീതിയിൽ സഹായിക്കാന്നുള്ളത് നമ്മുടെ DTPC വയനാട്ടിലെ സെക്രട്ടറി ആയിട്ടുള്ള അജേഷ് സാറ് പറയുകയും അജേഷ് സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഡിസൈൻ ടീം നമ്മൾ ഫോം ചെയ്യുന്നത്. What we do mainly is we are assessing the need of each camp, and we do the material procurement from the support of different organization and different persons, and we also do the logistic and transportation of each one. Then we distribute the product with the support of revenue department to each camp and different locations. And we already creating one inventory app here, and we do the inventory management with the support of different organization and different volunteers, those who specialized in IT team. And we also coordinating with all other agencies or individuals and companies to get more products whichever required for different camps. നമ്മൾ 2018 പ്രളയത്തിന്റെ സമയത്ത് ഏറ്റവും അധികം വെള്ളം കയറിയ ഒരു ഏരിയ ആയിട്ടുള്ള മുപ്പത്തടം കടങ്ങല്ലൂർ ഭാഗത്തെ ക്യാമ്പുകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ആ സമയത്ത് ആ ഒരു ക്യാമ്പിലേക്ക് വരുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിലൊരു കോമൺ സെന്റർ വഴി വേണം വരേണ്ടത്. ഇത് നാട്ടിൽ എല്ലാവരും അറിയും കൂടി വേണം. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ആ കൃത്യമായതും വേരിഫൈഡ് ആയിട്ടുള്ളതുമായിട്ടുള്ള പോസ്റ്ററുകൾ വേണം ആളുകളിലേക്ക് എത്താൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതിൽ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഒരു ഡിസൈൻ ടീം ഫോം ചെയ്യണമെന്ന് തീരുമാനമെടുക്കുന്നത്. ആദ്യം നമ്മൾ ചെയ്തത് DTPCയുടെ ലോഗോയും ഡീറ്റെയിൽസും ഒരു ഫോൺ നമ്പറും വെച്ചിട്ട് ഒരു പോസ്റ്റർ ഇട്ടു. ഇങ്ങനെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യണം. വോളണ്ടറി ആയിട്ടും ഈ വർക്കിന് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തു. അതിൽ നിന്ന് നമ്മളൊരു 5-6 പേരെ മാത്രം വിളിച്ചോളൂ. കാര്യം ആള് കൂടിയാലും ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് 6 പേരാണ് ഇതിന്റെ ടീമിൽ ഉള്ളത്. നമുക്ക് എന്തൊക്കെ റിക്വയർമെന്റ് വരുന്നുണ്ട് എന്നുള്ളത് കളക്ഷൻ സെന്ററിൽ നിന്ന് നമ്മൾ ഡേറ്റ കളക്ട് ചെയ്തിട്ട് അത് വീണ്ടും എക്സലിട്ട് സോർട്ട് ചെയ്ത് ഹൈ പ്രയോറിറ്റി സാധനങ്ങൾ മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് ആർക്കാണോ വേണ്ടത് അവരുടെ ഡീറ്റെയിൽസും വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മളിങ്ങനെ ഇത്തരത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വേരിഫൈഡ് ആയിട്ടുള്ള പോസ്റ്ററുകൾ അത് പല ഗ്രൂപ്പുകളിലേക്ക് പോവുകയും പല ആളുകളുടെ ഇടയിലേക്ക് എത്തുകയും ചെയ്യുന്നു. അത് നോക്കിയിട്ടാണ് ഇവർ എന്തൊക്കെ സാധനങ്ങൾ വേണ്ടത് വേണ്ടാത്തത് എന്നുള്ള രീതിയിൽ തരംതിരിക്കുകയും അത് ക്യാമ്പുകളിലേക്ക് ഡയറക്റ്റ് എത്തിക്കുകയല്ല ചെയ്തത്, പകരം നമ്മുടെ ഗവൺമെന്റിന്റെ കളക്ഷൻ സെന്ററിലേക്കാണ് എത്തിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സാധനങ്ങളൊക്കെ ക്യാമ്പുകളിലേക്ക് പോകുന്നത്. വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായ സമയത്ത് ഞാനും എല്ലാവരെ പോലെയും ചിന്തിച്ചത് എത്രയും പെട്ടെന്ന് അവിടെ എത്തി അവിടെ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്നായിരുന്നു. അങ്ങനെ ഒരു സുഹൃത്തിനെ വിളിച്ച സമയത്താണ് അവിടെ ആളുകൾ ഒരുപാട് കൂടുതലാണെന്നും ദുരന്തമുഖത്ത് അവർക്ക് പ്രവർത്തിക്കാനുള്ള ബുദ്ധിമുട്ട് അവിടെ നിന്ന് ആളുകളെ കൊണ്ടുണ്ട് എന്നും എന്നോട് സുഹൃത്ത് സൂചിപ്പിക്കുകയുണ്ടായി. അത് കാരണം ഞാൻ പിന്നീട് എന്തായാലും തൽക്കാലം അവിടെ നിൽക്കട്ടെ, പിന്നീട് ആവശ്യം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആളില്ലാത്ത വരുന്ന സമയത്തോ അവിടേക്ക് പോകാമെന്ന് കരുതി നിൽക്കുന്ന സമയത്താണ് മറ്റൊരു സുഹൃത്ത് എനിക്കൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് അയച്ചു തരികയും ഞാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അതിൻ്റെ കൂടെ തന്നെ അവിടെ പോസ്റ്റർ ഡിസൈനിങ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ആ വിങ്ങിൻ്റെ കൂടെ കൂടി ഇപ്പോൾ അവിടേക്ക് വേണ്ടിയിട്ടുള്ള ആവശ്യ സാധനങ്ങളുടെയും ലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് അയച്ചു കൊടുക്കുകയാണ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയും ഇതിൻ്റെ കൂടെ ഭാഗമാകാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിലാക്കുകയും ഞാനതിൽ സംതൃപ്തിപ്പെടുകയും ചെയ്യുന്നു. ഹായ്, ഞാൻ മുഹമ്മദ് സ്വാലി, മലപ്പുറം എടവണ്ണ ചാത്തല്ലൂർ സ്വദേശിയാണ്. എൻ്റെ സഹപ്രവർത്തകൻ വഴിയാണ് ഞാൻ ഈ ഗ്രൂപ്പിനെ പറ്റിയും ഈ പ്രവൃത്തിയെ പറ്റിയും അറിയുന്നത്. വയനാട് ദുരിതം അനുഭവിക്കുന്നവർക്ക് എന്നാൽ കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു.
അങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നതും. ഇതിൻ്റെ വർക്കുകളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. When I heard about the Wayanad landslides and the impact of the disaster, the first thing I did was joining some of the very active voluntary groups working for the immediate rescue and relief. Immediately I started seeing a lot of requests coming in, and all the volunteers were working very efficiently, connecting with the local volunteers and camp coordinators and verifying the requests and connecting with the potential contributors. I also joined them, and I contributed my time and efforts in whatever way I could. My team was also doing the same. But I realized that there were also more requests for essential items, not just for the collection centers or the camps, but from the isolated communities also, especially tribals. We have immediately reached out to some of our donors and joined hands with the volunteers in Ernakulam, and in 2 days we could gather as much as essential materials, and we left to Wayanad. And with the help of the such voluntary groups and the connections made by them, we were able to distribute some of the essential items to tribal communities and other needy people. These volunteers have demonstrated the profound impact of coordinated community action. Their swift, collective efforts have been instrumental in softening the blow of natural calamities, turning chaos into an organized response. Kerala's ability to respond rapidly, make decisive choices, and implement solutions without delay has saved not just time but lives. This synergy of fast action and community spirit has woven a resilient fabric of preparedness, making Kerala a role model in navigating the storms of disaster.